ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനങ്ങളെ പ്രധാനമായും അഞ്ചായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. 2 ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. 3 ഉഷ്ണമേഖല മുൾക്കാടുകളാണ് മൂന്നാമത്തത്. 4 പർവ്വത വനങ്ങൾ, പർവ്വത സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വനപ്രദേശം. 5 സമുദ്രതീര വനങ്ങൾ അല്ലെങ്കിൽ ചതുപ്പ് വനങ്ങൾ, അതല്ലെങ്കിൽ കണ്ടൽ കാടുകൾ എന്നിങ്ങനെ 5ആയിട്ടാണ് പ്രധാനമായും ഇന്ത്യയിലെ വനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. പാർട്ട് 1 ഒന്നാമത്തെ ഭാഗം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അല്ലെങ്കിൽ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഇതിൻ്റെ പ്രത്യേകതകൾ പ്രധാനമായും കണ്ടുവരുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയ നിരകളിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയ നിരകളിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എന്നീ പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പ്രധാനമായും കാണുന്നത്. ഇവിടെ 200 സെൻറ്റിമീറ്റർ കൂടുതൽ വാർഷിക മഴയും 22 ഡിഗ്രി സെൽഷ്യസ് താപനിലയും അത്യാവശ്യമാണ്. ഈ പ്രദേശങ്ങളിൽ കാണുന്നത് 200 സെൻറ്റിമീറ്റർ കൂടുതൽ വാർഷിക മഴ ലഭിക്കും. 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും പൊതുവെ ഇവിടെയുള്ളത്. 60 മീറ്ററിന് മുകളിൽ ഇവിടുത്തെ മരങ്ങൾ വളരുന്നു. പ്രധാനപ്പെട്ട മരങ്ങളാണ് റോസ് വുഡ്, മഹാഗണി, അയണി എന്നീ മരങ്ങളാണ് പ്രധാനമായും ഈ പ്രദേശങ്ങളിൽ കാണുന്നത്. ഈ പ്രദേശത്തെ മഴ കുറഞ്ഞ ഭാഗത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് മഴ കുറഞ്ഞ ഭാഗത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ. രണ്ടാമത്തത് മേഖല ഇലപൊഴിയും വനങ്ങൾ. ഇതിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന വനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. മൺസൂൺ വനങ്ങൾ, ഇതിൻ്റെ മറ്റൊരു പേരാണ് മൺസൂൺ വനങ്ങൾ എന്നും അറിയപ്പെടുന്നു. 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ. ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും 2ആയി തിരിച്ചിരിക്കുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നാൽ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. പ്രധാനപ്പെട്ട മരങ്ങളാണ് തേക്ക്, സാൽമരം, ചന്ദനമരം തുടങ്ങിയവയാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ. ഇവിടെ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത്. വരണ്ട ഇലപൊഴിയും വനങ്ങൾ, അവിടെ 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത് പ്രധാനമായിട്ടും. മൂന്നാമത്തത് ഉഷ്ണമേഖല മുൾക്കാടുകൾ. 50 സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശം. ഉഷ്ണമേഖല മുൾക്കാടുകൾ 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. വ്യത്യസ്ത ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. പ്രധാനപ്പെട്ടത് വേപ്പ്, പ്ലാവ് 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന തസോക്കി പുല്ല് എന്നറിയപ്പെടുന്നതും ഇവിടെ ധാരാളമായി കാണുന്നു. നാലാമത്തത് പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന വനങ്ങളാണ്. നാലാമത്തത് ഉത്തര പർവ്വത വനങ്ങൾ എന്നും ദക്ഷിണ പർവ്വത വനങ്ങൾ എന്നും 2ആയി തിരിക്കാം. പർവ്വത വനങ്ങളെ പ്രധാനമായിട്ടും ഉത്തര പർവ്വത വനങ്ങളെന്നും ദക്ഷിണ പർവ്വത വനങ്ങളെന്നും 2ആയിട്ട് തിരിക്കാം. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളാണ്. പ്രധാനമായും ഓക്ക്, ചെസ്റ്റോട്ട പ്രധാനപ്പെട്ട മരങ്ങളാണിത്. അതുപോലെ തന്നെ 1500 മുതൽ 1750 വരെ മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളും ഇവിടെയുണ്ട്. അത് പ്രധാനമായിട്ടും പൈൻ, ദേവദാരു. 3000 മുതൽ 4000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങളും ഈ പ്രദേശത്തുണ്ട്. പ്രധാനമായിട്ടും സിൽവർ ഫിർ, ജുനൈപ്പർ, ബിർച്ച്, റോഡോഡെൻഡ്രോൺ തുടങ്ങിയ മരങ്ങളാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നത്. അവസാനത്തത് സമുദ്രതീര വനങ്ങൾ അതല്ലെങ്കിൽ ചതുപ്പ് വനങ്ങൾ, കണ്ടൽ കാടുകൾ. ഇത് മൂന്നും ഒരു പാർട്ടാണ്. പ്രധാനമായും കണ്ടൽ കാടുകൾ വ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ, സുന്ദർബൻ, മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകൾ ചേരുന്നിടത്താണ്. പ്രധാനമായിട്ടും കാണുന്നത് ആൻഡമാൻ നിക്കോബാർ, സുന്ദർബൻ, ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണുന്ന സുന്ദർബനാണ്. അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകൾ ഒരുമിക്കുന്ന സ്ഥലത്ത്. രണ്ടാമത്തത് ഉഷ്ണമേഖല നദീതീരങ്ങളിലോ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ കാടുകൾ. ഉഷ്ണമേഖലാ നദീതീരങ്ങളിലോ കാണപ്പെടുന്നു. കണ്ടൽ കാടുകളിൽ വലിയൊരു ശതമാനം ഉത്തര അക്ഷാംശത്തിനും ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിലാണ് കാണുന്നത്. കണ്ടൽ കാടുകളിൽ ഒരു വലിയ ശതമാനം ഉത്തര അക്ഷാംശത്തിനും ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്.